കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴുത്ത് പുറങ്കാണി അടിച്ച് മടക്കി വെച്ചതേ ഉള്ളായിരുന്നു അല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ കൈകൊണ്ടാണ് തയ്ക്കുന്ന കഴുത്തിനെന്ന്. ഞാനിന്ന് കൈകൊണ്ട് അത് തയ്ച്ച് നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് കൈകൊണ്ട് തയ്ച്ച് കഴുത്തിൻ്റെ പണിയെല്ലാം തീർത്ത് ഇനി നമുക്ക് ആ ഷോൾഡർ ഒന്ന് കൂട്ടിപ്പിടിപ്പിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഷോൾഡർ രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിക്കുക കണ്ടോ. അതായത് ഫ്രണ്ടിലെ ബാക്കിലെയും കൂടെ ഷോൾഡർ നമ്മൾ കൂട്ടിപ്പിടിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അഴുകു വശം രണ്ടും കൂടെ എടുക്കണം. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ രണ്ടടിക്കണം. ഇനി സാധാരണ രണ്ടാണ് അടിക്കുന്നത്, പക്ഷേ ഞാനിവിടെ ഒന്നേ അടിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനൊരു സാരി വെട്ടി തയ്ക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പുത്തൻ തുണിയൊക്കെ എടുക്കുമ്പോൾ 2 പ്രാവശ്യം അടിക്കണം ഷോൾഡറൊക്കെ. ഇതുപോലെ 2 ഷോൾഡറും കൂട്ടി അടിക്കണം 2 സൈഡിലേക്കും കണ്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ചു. ഇനിയും അത് നമ്മൾ നല്ല വശം തിരിച്ചിട്ട് നോക്കണം എല്ലാം കറക്റ്റാണോ എന്നേ. ഇത് നമ്മൾ ഷോൾഡർ അടിച്ച് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്യണം. നമ്മുടെ വണ്ണം ഒക്കെ നോക്കിയിട്ട് പാകത്തിന് ഇത് 36 ഇഞ്ചിൻ്റെ വണ്ണമുള്ള അളവിലാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. അതിന് ഞാനൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് അടിക്കേണ്ട വിധം, ഷേപ്പ് ചെയ്ത് അടിക്കേണ്ട വിധം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വഴി നമ്മൾ അടിച്ച് താഴേക്ക് ഇറക്കം വരെ നമ്മൾ അടിക്കണം. ഇതും ഒറ്റയടിയേ ഞാൻ അടിക്കുന്നുള്ളേ. അത് ഷോൾഡറിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ പാകത്തിന് വണ്ണം നോക്കിയിട്ട് 36 ഇഞ്ച് വണ്ണം നോക്കിയിട്ട് നമ്മൾ അഴിക്കണം. തയ്യൽ തുമ്പ് കൂടുതലിട്ടേക്കണം. കാരണം ഇനിയിപ്പോൾ വണ്ണം കൂടുതലുള്ളവർക്കാണെങ്കിൽ നമുക്ക് പിന്നെ വണ്ണമൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ നമുക്കതൊന്ന് അഴിച്ചു വിട്ട് അരിയും വഴി അടിച്ചാൽ നമുക്ക് വണ്ണം കൂട്ടാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും തയ്ക്കുമ്പം കൂടുതൽ തയ്യൽ തുമ്പിട്ടാണ് അടിക്കുന്നത്. ഒന്നത് തുണി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതൽ തയ്യൽ തുമ്പൊക്കെ ഇട്ട് അടിക്കുവാണ്. അത് ഷേപ്പ് ചെയ്താണ് അടിക്കുന്നത്. അപ്പോൾ അതിന് മാർക്ക് ചെയ്യണം. നമ്മൾ വണ്ണം സൈഡ് ഒഴുക്കുമ്പം നമ്മളെപ്പോഴും അത് മാർക്ക് ചെയ്തിട്ട് വേണം, ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത് ഷേപ്പ് ചെയ്ത് അടിക്കാനായിട്ട് പറ്റും. താഴെ വരെ ഇറക്കം വരെ നമ്മളതുപോലെ 2 സൈഡിലും അടിക്കണേ. രണ്ട് സൈഡും നമ്മൾ രണ്ട് സൈഡും അടിച്ചതിന് ശേഷം നമ്മൾ നല്ലപുറം മറിച്ചിടണം. അതായത് നമ്മൾ അഴുക്ക് പുറത്തൂടെയല്ലേ അടിക്കുന്നത്. അപ്പം നല്ലപുറം മറിച്ചിട്ട് നമ്മൾ നോക്കണത് ഷേപ്പുണ്ടോ, എവിടെയെങ്കിലും വണ്ണം കൂടുതലോ കുറവോ വല്ലതും വേണോ എന്ന് നമ്മളൊന്ന് വേണമെങ്കിൽ അളന്ന് നോക്കണം. ഞാനിവിടെ അളക്കുന്നൊന്നുമില്ല, കാരണം ഞാൻ കറക്റ്റ് വണ്ണം എടുത്താണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 സൈഡും അടിച്ച് കഴിയുമ്പോൾ നമ്മളത് നൈറ്റി മറിച്ചിട്ട് നോക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കൈ പിടിപ്പിക്കലാണ്. അത് നമുക്ക് ആ കൈ പിടിപ്പിക്കുന്നതും കഴിഞ്ഞാൽ പിന്നെ അടി ഒന്ന് മടക്കി അടിക്കണം. നമ്മുടെ ഇറക്കം എത്രയാണോ അത്ര ഇഞ്ച് എടുത്തിട്ട് നമുക്ക് അതൊന്ന് മടക്കി അടിക്കണം. ഇറക്കം കൂടുതൽ, ഇത് നല്ല ഇറക്കമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇറക്കം നോക്കിയിട്ട് നമുക്കതും മടക്കി ഒന്ന് അടിക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കൈ രണ്ടും പിടിപ്പിക്കണം. അതുപോലെ തന്നെ അടി പാകത്തിന് ഇറക്കം നോക്കിയിട്ട് അത് മടക്കി അടിക്കുകയും ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് നമ്മുടെ നൈറ്റി തയ്യലിൻ്റെ 6ാമത്തെ പാർട്ടാണ്. ഇതിൻ്റെ ബാക്കി എല്ലാ പാർട്ടുകളും നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്. നിങ്ങളെ ചാനലിൽ ഒന്ന് കയറി ഒന്ന് കാണണേ. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് നാളെ തയ്ച്ച് തീർക്കാം. അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ തയ്ക്കുമ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ശരിയാക്കി എടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.